നമസ്കാരം. അത്യപൂർവമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് അനന്തപുരി. കൃത്യമായി പറഞ്ഞാൽ 2.5 പതിറ്റാണ്ടിന് ശേഷം, 2.5 നൂറ്റാണ്ടിന് ശേഷം, 275 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സ്തൂപികാ സ്ഥാപനവും അതുപോലെ കുംഭാഭിഷേകവും നടക്കുന്നത്. ഒരുപക്ഷെ ഈ തലമുറയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാരും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച. അതുമാത്രമല്ല, ഇപ്പോൾ കണ്ടവരാരും ഇനി ഒരിക്കലും കാണാൻ ഇടയാകാത്ത ഒരു കാഴ്ച. അങ്ങനെ അത്യപൂർവമായ ഒരു കാഴ്ചയ്ക്ക് വേദിയാവുകയാണ് മതിലകം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഭക്തർ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഈ കിഴക്കേ നടയ്ക്ക് ഈ നമ്മുടെ തൊട്ടു പിന്നിലായി കാണുന്ന ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ക്യാമറയ്ക്കോ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾക്കോ പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക മാത്രമേ ഇപ്പോൾ സാധ്യമാകുകയുള്ളൂ. അതുമാത്രമല്ല, പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ 4 ഭാഗങ്ങളിലും 4 നടകളിലുമായി വലിയ LED വാളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലും വരുന്ന ദൃശ്യങ്ങൾ ഏറ്റവും തിരഞ്ഞെടുത്ത സെലക്റ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ് മാത്രമാണ് അവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുന്നത്. കാര്യം പല ഭാഗങ്ങളും കാണിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകളിൽ കാണിക്കാൻ പറ്റുന്നത് മാത്രമാണ് ഈ LED വാളിൽ കാണിക്കുന്നത്. എന്തായാലും ഗൂഗിൾ ഈ സൂചിപ്പിച്ചതുപോലെ അത്യപൂർവമായ ഒരു ചടങ്ങിനാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അനന്തപുരി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ചടങ്ങുകൾ ഇപ്പോൾ എന്ത് ചടങ്ങുകളാണ് അകത്ത് നടക്കുന്നത്? പ്രധാനമായും അകത്തിപ്പോ നടക്കുന്ന പ്രധാനമായിട്ടും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മുകളിൽ സ്ഥാപിച്ച 3 സ്വർണ്ണ താഴികക്കുടമുണ്ട്. അതിന്റെ ഒരു ഒരു സ്ഥാപനം, സൂപികാ സ്ഥാപനം ആയിട്ടുള്ള ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ മുതൽ ആ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട വിഷ്വൽസ് ഉണ്ട്. അതൊന്നും തന്നെ കാണിക്കാൻ പാടില്ലാത്ത കുറച്ച് വിഷ്വൽസ്, പുറത്തു വിടാൻ പറ്റാത്ത വിഷ്വൽസ്, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള വിഷ്വൽസ് ആയതുകൊണ്ടാണോ അത് അത്തരത്തിൽ കാണാൻ പാടില്ല എന്ന് പറയുന്നത്? അതെ, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷയുള്ള ചില വിഷ്വൽസ് ഉണ്ട്. അതായത് ശ്രീകോവിലിന്റെ അകത്തെ കുറച്ച് വിഷ്വൽസ് ഉണ്ടാവും. അതെല്ലാം തന്നെ ഇവർ സ്വിച്ച് ചെയ്തിട്ടാണ് മാറ്റിയാണ് വിടുന്നത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനം 300 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന വിശ്വക്സേനയുടെ, അതായത് പത്മനാഭസ്വാമിയുടെ കാൽപാദത്തിന്റെ അടുത്തിരിക്കുന്ന വിശ്വസേനയുടെ ഒരു പുനർപ്രതിഷ്ഠയും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നുണ്ട്. അതായത് ഈ മാസം 2-ാം തീയതിയോടുകൂടി തുടങ്ങിയ പൂജാവിധികളും പൂജാകർമ്മങ്ങളുമാണ് അതിന്റെ ഒരു സമാപനമാണ് ഇന്ന് നടക്കുന്നത്. അതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 സ്വർണ്ണ താഴികക്കുടത്തിന്റെ ഒരു കലശം, മഹാസ്തൂപ കലശം ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഒരു കുംഭാഭിഷേകം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുമ്പോൾ തത്വമയിക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. കാര്യം ഇവിടെ ഈ താഴികക്കുടം ഈ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ആ ശ്രീകോവിലിൽ നിന്ന് പഴയ താഴികക്കുടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് വർഷങ്ങളോളം താഴികക്കുടം ഇല്ലാതിരുന്ന ഒരു കാര്യം, അത്തരം ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തത്വമയി TV ആണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ ഇത്തരത്തിൽ ഈ വർഷം മുറജപം നടക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2026 ജനുവരി 14-ാം തീയതി മകരവിളക്ക് ദിവസമാണ് ലക്ഷദ്വീപം നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി മുറജപം നടക്കുന്നുണ്ട്. 6 വർഷം കൂടുമ്പോഴാണ് പത്മനാഭ സന്നിധിയിൽ ഇത്തരത്തിൽ മുറജപവും ലക്ഷദ്വീപവും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി ആ ഒരു ചടങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ താഴികക്കുട സ്ഥാപനവും ഈ കുംഭാഭിഷേകവും നടത്തണമെന്നുള്ള ഒരു തീരുമാനവുമായി ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് ഒരു പരിധിവരെ കാരണമായത് തത്വമയിയുടെ വാർത്ത തന്നെയാണ്. അന്ന് ഞങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് എടുത്ത ദൃശ്യങ്ങളടക്കം ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. താഴികക്കുടമില്ലാത്ത ഒരു മഹാക്ഷേത്രം വർഷങ്ങളായി അനന്തപുരിയിൽ നിലകൊള്ളുന്നു എന്ന തരത്തിലായിരുന്നു നമ്മുടെ ആ വാർത്ത. അതിന് ഒരു ഫലം കണ്ട നിമിഷം കൂടിയാണ് ഇതെന്ന് നമുക്ക് അഭിമാന പുരസ്സരം പറയാനാകും. എന്തായാലും അനന്തപുരി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത്യപൂർവമായ ആ ഒരു ചടങ്ങിന് തന്നെയാണ്. 275 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സ്തൂപികാ സ്ഥാപനവും ഒപ്പം മഹാകുംഭാഭിഷേകവും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സന്നിധിക്കുള്ളിൽ നടക്കുകയാണ്. പലരും ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ പലരും തന്നെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ തൊട്ടു പിന്നിൽ കാണുന്ന ഈ ഗോപുരത്തിന് മുകളിലുള്ള താഴികക്കുടത്തിലാണ് ഇത്തരത്തിൽ ഈ ചടങ്ങുകൾ നടക്കുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇത് ഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ താഴികക്കുടമെങ്കിൽ അകത്ത് അനന്തശായിയായ ശ്രീപത്മനാഭ വിഗ്രഹം കുടികൊള്ളുന്ന മൂലക്ഷേത്രത്തിന്റെ മുകളിലുള്ള 3 താഴികക്കുടങ്ങളാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അതിലാണ് കുംഭാഭിഷേകം നടക്കുന്നത്. അതിൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ് മാത്രമാണ് LED വാൾ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തത്വമയിക്ക് കൂടി അഭിമാനം നൽകുന്ന ഏറ്റവും മംഗളമായ ഒരു മുഹൂർത്തം അനന്തപുരി ഒന്നടങ്കം അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും ക്യാമറാമാൻ അഭിറാമിനും ഗോകുലിനുമൊപ്പം സനോജ് MS, തത്വമയി ന്യൂസ്.